മറ്റ് ചോദ്യങ്ങൾ പിന്നീട് അവസരത്തിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് സഹകരിക്കണം എന്ന് ആമുഖമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുക. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച കാർഷിക മേഖലയിലെ ബില്ലുകൾ കഴിഞ്ഞ ദിവസം പാർലമെന്റ് പാസാക്കി നിയമമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ബില്ലുകളെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണമാണ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും രാജ്യവ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഈ നിയമത്തിന് ഒരു തരത്തിലുള്ള പ്രസക്തിയും ഇല്ലെങ്കിൽ പോലും ഇടതുപക്ഷ എംപിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബില്ലിനോടെടുത്ത സമീപനം അത് നിഷേധാത്മകമാണ്. അതുകൊണ്ട് തന്നെ കർഷകരെ കബളിപ്പിക്കുന്ന ഒരു കാപട്യം നിറഞ്ഞ സമീപനമാണ്. അതുകൊണ്ട് ഇടത് കോൺഗ്രസ് കാപട്യം, കർഷകരെ കബളിപ്പിക്കുന്ന ഈ കാപട്യം തിരിച്ചറിയണമെന്നാണ് എനിക്ക് കേരളത്തിലെ കർഷകരോടും ജനങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്. കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും വയനാട് എംപിയുമായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി 3 ദിവസത്തെ പ്രക്ഷോഭം തുടങ്ങാൻ പോവുകയാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മണ്ഡലം, ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായമെങ്കിലും പരിഗണിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങി പുറപ്പെടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതല്ല, അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തന്റെ സ്വന്തം മണ്ഡലത്തിലും നടപ്പാക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യമെങ്കിൽ അത് അദ്ദേഹം തുറന്നു പറയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ കർഷകർക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം അതെന്തിന് മറ്റ് സംസ്ഥാനങ്ങളിലെ രാജ്യവ്യാപകമായിട്ടുള്ള മറ്റ് വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് നിഷേധിക്കാൻ അദ്ദേഹം കൂട്ടുനിൽക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങളെ എതിർക്കുന്ന കോൺഗ്രസും ഇടതുപക്ഷവും മറ്റ് നിരവധി കാര്യങ്ങളിൽ എടുത്തിട്ടുള്ളതുപോലെ തന്നെ ഇരട്ടത്താപ്പിന്റെ അപ്പോസ്തലന്മാരായിട്ടാണ് ഈ കാര്യത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർഷകരുടെ ജീവിതം വെച്ചുകൊണ്ട്, ജീവിതം പന്താടിക്കൊണ്ട് നടത്തുന്ന ഈ സമരാഭാസങ്ങളെ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് ഒരു കാരണവശാലും സാധ്യമല്ല. ഈ പരിഷ്കരണങ്ങൾ കർഷകർ വിരുദ്ധമാണ് എന്നുള്ളത് വെറും രാഷ്ട്രീയ പ്രേരിതമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി മാത്രമാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഈ ശ്രമങ്ങളിലൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ കർഷകരെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് ഒരു പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ആ ശ്രമം ഫലവത്താകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കർഷകരെ ഇടനിലക്കാരിൽ നിന്ന് സ്വതന്ത്രരാക്കാനുള്ള ശ്രമമാണ് ഈ കാർഷിക പരിഷ്കരണ ബില്ലുകളിലൂടെ, നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതായത് കർഷകർക്ക് അവർക്ക് ആവശ്യമുള്ള ആർക്കും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നൽകുന്നതാണ് ഈ ബിൽ. അവർക്ക് നിശ്ചിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം വിറ്റഴിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ എന്നുള്ള നേരത്തെയുള്ള ചില സംസ്ഥാനങ്ങളിലെ സ്ഥിതി. അതാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് പ്രൊഡ്യൂസ് ആക്ടിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ആ APMC ആക്ടിന് പുറത്ത്, ആ ആക്ട്
ആർക്കെങ്കിലും അതനുസരിച്ചിട്ട് നിശ്ചിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ നേരത്തെ നൽകിയിരുന്നത് പോലെ തന്നെ നൽകണം എന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നൽകാം. പക്ഷേ അതിന് പുറത്ത് ആർക്കെങ്കിലും സ്വതന്ത്ര വിപണിയിൽ വിറ്റഴിക്കണം എന്ന് താല്പര്യമുള്ളവർ, കൂടുതൽ വില കിട്ടുന്നവർ, കിട്ടുന്ന ഇടങ്ങൾ, ആ ഇടങ്ങളിൽ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് കേരളത്തിലെ നിലവിലുള്ള സ്ഥിതി. അത് രാജ്യവ്യാപകമാക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഈ സാഹചര്യം തെറ്റാണെങ്കിലാണ് ഇടതുപക്ഷവും കോൺഗ്രസും രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന കേരളത്തിലെ സാഹചര്യങ്ങളെ രാജ്യവ്യാപകമായിട്ട് വ്യാപിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളെ എതിർക്കേണ്ടത്. രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ഈ പരിഷ്കാര ശ്രമങ്ങളെ എതിർക്കുന്നതിനർത്ഥം കേരളത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ മാറ്റം വരുത്തണമെന്നാണ് അവരുടെ അഭിപ്രായമെങ്കിൽ അവർ ആ കാര്യം തുറന്നു പറയണം. മാത്രമല്ല, ഈ കാര്യത്തിൽ ഈ ശുപാർശകൾ ഇപ്പൊ നടപ്പിലാക്കിയിരിക്കുന്ന നിയമം, ഈ നിയമം കോൺഗ്രസ് ഭരണകാലത്തും അതിനുശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയും കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള, കോൺഗ്രസ് കൂടി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളാണ്. പാർലമെന്റിൽ 2012 ഡിസംബർ 4-ാം തീയതി ശ്രീ കപിൽ സിബൽ നടത്തിയ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള പരാമർശം ഞാൻ നിങ്ങൾക്ക് അതിന്റെ കോപ്പി തന്നിട്ടുണ്ട്. കപിൽ സിബൽ പറഞ്ഞത് 15% മുതൽ 17% മാത്രമേ, മാർക്കറ്റ് വിപണി വിലയുടെ 15 മുതൽ 17% മാത്രമേ കർഷകർക്ക് നിലവിലുള്ള ഈ APMC ആക്ട് പാലിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന നിലവിലുള്ള സ്ഥിതി, ആ സ്ഥിതി തുടരുന്നത് കൊണ്ട് കർഷകർക്ക് ലഭിക്കുന്നുള്ളൂ. മാത്രമല്ല, 8 ഇടനിലക്കാരിലൂടെയാണ് അവസാനം കച്ചവടക്കാരിൽ നിന്ന് കർഷകനിലേക്ക് എത്തുമ്പോൾ അതിനിടയിൽ 8ഓളം ഇടനിലക്കാരുണ്ട്. ഈ സംവിധാനം മാറണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. 2012 ഫെബ്രുവരി 3-ാം തീയതി അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് മുഖ്യമന്ത്രിമാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് APMC ആക്ടിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെയും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ടിൽ വിശദമായിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. 2019 കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ APMC ആക്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും പിൻവലിക്കും. അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. റിപ്പീറ്റ് APMC ആക്ട് എന്നാണുള്ളത്, റിപ്പീൽ എന്നുള്ളതാണ്. അത് പിൻവലിക്കുമെന്നാണ് അന്ന് കോൺഗ്രസ് നൽകിയിരുന്ന ഉറപ്പ്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിൽ APMC ആക്ട് പൂർണ്ണമായിട്ടും പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. പകരം ആർക്കെങ്കിലും അങ്ങനെയുള്ള വിപണികളിൽ, ഗ്രാമവിപണികളിൽ വിറ്റഴിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് APMC ആക്ട് അനുസരിച്ചിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിപണികൾ, ആ വിപണികളിൽ വിറ്റഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വിൽക്കാം, അല്ലാത്തവർക്ക് അതിന് പുറത്ത് വിൽക്കാം. ഇതാണ് ഈ ബില്ലിലൂടെ നൽകുന്ന ഉറപ്പ്. ഇത് മുഖ്യമന്ത്രിമാരുടെ സമിതി, ആ സമിതി, അതിൽ ശ്രീ ഭൂപീന്ദർ ഹൂഡ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നേതാവാണ്, അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. കമൽനാഥ് മുഖ്യമന്ത്രി ആയിരുന്നു. ഇവരൊക്കെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ എന്നുള്ള നിലയിൽ ഇവരെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ആ മുഖ്യമന്ത്രിമാരുടെ സമിതിയുടെ ശുപാർശ, ആ ശുപാർശ അനുസരിച്ചിട്ടാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. പാർലമെന്റിലെ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചയിൽ, ഈ ചർച്ചയിൽ ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലും പ്രതിപക്ഷം എതിർപ്പ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉയർത്തിയിട്ടില്ല. ബില്ലിന്റെ ഭാഗമല്ലാത്ത നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എതിർപ്പുണ്ട് ഉയർത്തിയത്. ഉദാഹരണത്തിന് താങ്ങുവില, മിനിമം സപ്പോർട്ട് പ്രൈസ്, ആ MSP എടുത്തു കളയും എന്നുള്ള അവരുടെ ആശങ്കയാണ് അവർ വ്യക്തമാക്കിയത്.
MSP നിയമമായിട്ട് ബില്ലിന്റെ ഭാഗമാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. MSP ഇതിനു മുൻപും ഒരു കാലത്തും നമ്മുടെ രാജ്യത്തെ കാർഷിക നിയമങ്ങളുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയതല്ല. അതുകൊണ്ട് തന്നെ കൃഷി വകുപ്പ് മന്ത്രി ചർച്ചകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പറഞ്ഞത് MSP തുടരും. പക്ഷേ അത് കഴിഞ്ഞ കാലങ്ങളിൽ നിയമത്തിന്റെ ഭാഗമല്ലാതിരുന്നത് പോലെ തന്നെ തുടർന്നും അത് നിയമത്തിന്റെ ഭാഗമാക്കാൻ, നിയമനിർമ്മാണത്തിന്റെ ഭാഗമാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. അത് കൂടുതൽ വ്യക്തമാകാൻ ഈ നിയമം പാസാക്കി ദിവസങ്ങൾക്കകം കേന്ദ്ര മന്ത്രിസഭാ യോഗം 6 കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, വിളകളുടെ കാര്യത്തിൽ നിലവിലുണ്ടായിരുന്ന താങ്ങുവില വർദ്ധിപ്പിക്കുകയും ചെയ്തു. എടുത്തു കളയാൻ ഉദ്ദേശമുണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ അത് വർദ്ധിപ്പിക്കാൻ ഒരു ശ്രമവും നടത്തില്ലായിരുന്നു. കാർഷിക മേഖലയിൽ കർഷകരോടും ഏറ്റവും താല്പര്യം കാണിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ സർക്കാർ. ശ്രീ മൻമോഹൻ സിംഗ്ജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ കൃഷിക്ക് വേണ്ടിയിട്ട്, കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിരുന്ന തുകയുടെ എത്രയോ ഇരട്ടി ആണ് ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കാർഷിക മേഖലയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. ഏതാണ്ട് 10 ഇരട്ടിയോളമാണ് കാർഷിക മേഖലയിൽ വർധനവുണ്ടാക്കിയിരിക്കുന്നത്. ആത്മനിർഭർ പാക്കേജിന്റെ ഭാഗമായിട്ട് 1 ലക്ഷം കോടി രൂപയുടെ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് നീക്കിവെച്ചിരിക്കുകയാണ്. കർഷകർക്ക് വിള ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള കർഷകർക്ക് ഏതാണ്ട് 28 ലക്ഷത്തോളം കർഷകർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധി 92,000 കോടി രൂപയോളാണ് ഈ കിസാൻ സമ്മാൻ നിധിയിലൂടെ കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് വായ്പ ലഭിക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ ഏറ്റവും ലളിതമാക്കിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറെടുപ്പുകളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് നടപ്പിലാക്കിയിട്ടുള്ളത്. സ്വാമിനാഥൻ കമ്മിറ്റിയുടെ ശുപാർശകൾ, ആ ശുപാർശകൾ നടപ്പിലാക്കിക്കൊണ്ടാണ് സർക്കാർ ഈ പരിഷ്കാരങ്ങളും കാർഷിക മേഖലയിലെ വികസനവും അതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ APMC ആക്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം എന്നാവശ്യപ്പെട്ട കോൺഗ്രസിന്റെ സമീപനത്തിന് പകരം ഒരു വശത്ത് APMC ആക്ട് അനുസരിച്ചിട്ട് നിർണയിക്കപ്പെട്ടിട്ടുള്ള വിപണികളിൽ വിറ്റഴിക്കാൻ താല്പര്യമുള്ള കർഷകർക്ക് അവിടെ വിറ്റഴിക്കാനോ, അതിൽ വിറ്റഴിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക വില കിട്ടുന്ന പുറത്തെ വിപണിയിൽ, സ്വതന്ത്ര വിപണിയിൽ വിറ്റഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വിറ്റഴിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ കാർഷിക ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ ഇതിന്റെ ചില കാര്യങ്ങളിലെങ്കിലുമുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ഏറ്റവും ആദ്യം മാങ്ങ ഉണ്ടാകുന്ന സ്ഥലമാണ് പാലക്കാട്ടെ മുതലമട. പക്ഷെ മുതലമടയിലെ മാങ്ങ കർഷകർ അവർ കഴിഞ്ഞ കാലങ്ങളിൽ മാങ്ങയുടെ വലിയ വിപണി ഡൽഹിയിലെ ആസാദ്പൂർ മണ്ടിയാണ്. പക്ഷെ ആസാദ്പൂർ മണ്ടിയിലേക്ക് പാലക്കാടത്തെ മുതലമടയിൽ നിന്നുള്ള കർഷകർക്ക് മാങ്ങ എത്തിച്ചാൽ അതവിടെ വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ആസാദ്പൂർ മണ്ടിയിൽ ഇവർക്ക് പ്രവേശനമില്ലായിരുന്നു. കാരണം അവിടെ ഉള്ള മറ്റു പല സംവിധാനങ്ങൾ. ഈ നിയമം പാസാക്കുന്നതോടുകൂടി ആസാദ്പൂർ മണ്ടി ഉൾപ്പെടെ രാജ്യത്തെ ഏത് വിപണിയിലും മാങ്ങ വിറ്റഴിക്കാൻ മുതലമടയിലെ കർഷകർക്ക് സാധിക്കും. കണ്ണൂരിലെയും കാസർകോട്ടെയും കശുവണ്ടി കർഷകര് കഴിഞ്ഞ കാലങ്ങളിൽ കശുവണ്ടി തലച്ചുമടായി നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിൽ കർണാടകത്തിൽ കൊണ്ടുപോയി വിറ്റഴിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ കിട്ടുന്ന വിലയേക്കാൾ കൂടുതൽ കർണാടകത്തിൽ കിട്ടുമായിരുന്നു. ആ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ഇനി അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് നിയമാനുസൃതമായിട്ട് തന്നെ കേരളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിട്ട് വിൽക്കാം. അങ്ങനെ കർഷകനെ സ്വതന്ത്രനാക്കുന്ന
കാർഷിക വിളകൾക്ക് കൂടുതൽ വില ലഭ്യമാക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ എന്തിന് ഇടതുപക്ഷവും കോൺഗ്രസും എതിർക്കുന്നു? ഇത് ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണ്? ഇത് കർഷകരെ കബളിപ്പിക്കലല്ലാതെ മറ്റെന്താണ്? മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഒരു കാലത്ത് ഇതൊക്കെ നടപ്പിലാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നടപ്പിലാക്കിയിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം സ്വാതന്ത്ര്യം നേടി സ്വതന്ത്ര ഇന്ത്യയുടെ പ്രാരംഭ വർഷങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ ഇന്ന് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു രാജ്യമായിട്ട്, സ്വയം പര്യാപ്തത നേടിയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. കഴിഞ്ഞ 7 മാസക്കാലമായിട്ട് വരാൻ പോകുന്ന നവംബർ വരെ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ സൗജന്യ നിരക്കിൽ നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നത് നമ്മുടെ കയ്യിൽ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിലുള്ള കരുതൽ ശേഖരം അത് ആവശ്യത്തിനുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ കർഷകൻ ഉൽപാദനം വർദ്ധിപ്പിച്ചു, അതിന്റെ പ്രയോജനം കർഷകന് ലഭിക്കുന്നില്ല. രാജ്യം കാർഷിക മേഖലയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടി, കർഷകൻ സ്വയം പര്യാപ്തനായില്ല. കാരണം കർഷകൻ ഇടനിലക്കാരുടെ തടവറയിലായിരുന്നു. കർഷകന് കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ചയും അവിടെ ഉണ്ടായിട്ടുള്ള വിലയും അത് കർഷകന് ലഭിക്കുന്നതിന് പകരം ശ്രീ കപിൽ സിബൽ പറഞ്ഞതുപോലെ 15% മുതൽ 17% മാത്രം കർഷകന് ലഭിക്കുകയും അതിനിടയ്ക്കുള്ള ബാക്കിയുള്ള 85% ഇടയ്ക്ക് നിൽക്കുന്ന ഏതാണ്ട് 8ഓളം ഇടനിലക്കാർ തട്ടിയെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ നിയമത്തിന്റെ പേരിൽ കർഷകരെ കബളിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നതിൽ നിന്ന് കോൺഗ്രസും CPM-ഉം പിന്മാറണം. കർഷകരെ കബളിപ്പിക്കുന്ന സമീപനത്തിൽ നിന്ന്, ഈ കാപട്യത്തിൽ നിന്ന് അവർ പിന്മാറണം. ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായമെങ്കിലും പരിഗണിച്ചുകൊണ്ടാണ് അത് രാജ്യത്തിന് മുഴുവൻ ബാധകമാക്കണോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കേരളത്തിലെ കർഷകർ ആഗ്രഹിക്കാത്ത, അവർക്ക് വേണ്ടാത്തൊരു കാര്യം രാജ്യവ്യാപകമായിട്ട് കർഷകരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി എന്തിന് ഇത്ര വ്യഗ്രത കാട്ടുന്നു എന്നുകൂടി അദ്ദേഹം മറുപടി പറയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. കർഷക സമരത്തിൽ CPM-ഉം കോൺഗ്രസും മാത്രമല്ല, ഇന്ത്യയിലെ ഘടകകക്ഷിയായി അകാലിദൾ അടക്കമുണ്ട്. അകാലിദൾ മന്ത്രി രാജിവെച്ചു. കൊല്ലത്തും മാത്രമല്ലല്ലോ സമരങ്ങളുള്ളത്. അവരതുകൊണ്ടാണല്ലോ രാജിവെച്ച് പോയത്. അവര് പോയി എങ്കിൽ പോലും ലോക്സഭയിൽ പോലും വോട്ടെടുപ്പ് ആവശ്യപ്പെടാൻ പ്രതിപക്ഷം തയ്യാറായില്ല. കാരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തിനെതിരാണ് അവരുടെ നിലപാട് എന്നുള്ള ചുരുങ്ങിയത് സംശയമെങ്കിലും അവർക്കുണ്ടായി. രാജ്യസഭയിലും അത് തന്നെയാണ് സംഭവിച്ചത്. രാജ്യസഭയിൽ വോട്ടെടുപ്പിന് അവർ തയ്യാറായിരുന്നില്ല. രാംവിലാസ് പസ്വാൻ കാർഷിക ബില്ലിന്റെ പേരിലാണ് അല്ല, ബീഹാറിലെ ഇലക്ഷനും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എനിക്ക് പോലും എല്ലാവരുമായിട്ട് ചർച്ച എന്നുള്ള പല കാര്യത്തിലും ഇല്ലാന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്, എല്ലാ പാർട്ടികളും പറയുന്നത്. കാരണം ഈ നിയമം ഞാനിപ്പോ പറഞ്ഞല്ലോ, 2006-ലോ 2007-ലോ തുടങ്ങിയതാണ് ഈ നിയമത്തിന്റെ വിവിധ ചർച്ചകൾ.
അന്ന് മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള ചർച്ചകളിലൂടെ തന്നെയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർലമെന്റിൽ ഈ ചർച്ച നടന്നു, മന്ത്രിസഭയിൽ ഈ ചർച്ച നടന്നു. പാർലമെന്റിൽ നടക്കുന്ന ചർച്ച ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ വികാരങ്ങളാണ് പാർലമെന്റ് അംഗങ്ങൾ അവിടെ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് ചർച്ച നടക്കുന്നില്ല എന്ന് പ്രതിപക്ഷം പലപ്പോഴും പറയുന്നത് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളത് എന്താണ് അവർ ചർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെ എനിക്കറിയില്ല. ആവശ്യത്തിനുള്ള ചർച്ച എല്ലാ തലങ്ങളിലും നടന്നുകൊണ്ടാണ് നിയമം പാസാക്കിയിട്ടുള്ളത്. മിനിസ്റ്റർ, ഇത് എന്തുകൊണ്ടാണ് കർഷകർക്ക് പിന്നെ മനസ്സിലാവാത്തത്? കർഷകർക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണല്ലോ രാജ്യത്തിന്റെ ബഹുഭൂരിഭാഗം ഭാഗങ്ങളിൽ ഈ പ്രക്ഷോഭം ഇല്ലാത്തത്. ഇല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്ഥലത്തും, ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഈ സൗത്തില് കേരളത്തിലും ഇവിടെയൊക്കെ തമിഴ്നാട്ടിലും പ്രക്ഷോഭമുണ്ട്. തമിഴ്നാട്ടിൽ പ്രക്ഷോഭമില്ല? ഉണ്ട്. എവിടെയാ? ഉണ്ട്. നമ്മുടെ കന്യാകുമാരിയിലും നമ്മുടെ അതായത് കോൺഗ്രസ് നടക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരം. ഇപ്പൊ നിങ്ങൾ കർഷകർ പ്രക്ഷോഭം നടത്തുന്നു എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ നടത്തുന്ന ഒരു തരത്തിൽ ഹൂളിഗനിസമാണ് നടക്കുന്നത്. അതിനപ്പുറത്ത് യഥാർത്ഥ കർഷകരുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ വളരെ ചുരുക്കം ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ സമരം ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇതിൽ ഏത് കാര്യത്തെ കുറിച്ചാണ് അഭിപ്രായ വ്യത്യാസം എന്നാണല്ലോ വരേണ്ടത്. ആദ്യം സർക്കാരിന് കൃഷിയോട് വലിയ സ്നേഹമാണല്ലോ, അത് വൻകിട കുത്തക കൃഷിയോടാണെന്നാണ് ഒരു പൊതു ചർച്ചയുള്ളത്. അതിനെ കുറിച്ച് എന്താണ്? എങ്ങനെയാ വൻകിട കുത്തകകളുമായിട്ടുള്ള താല്പര്യം വരുന്നത്? ഏതർത്ഥത്തിലാണ്? കരാർ കൃഷിയുടെ ശുപാർശ കോൺഗ്രസും പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. കരാർ കൃഷിയുടെ കൊണ്ട് ഈ നിയമം പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് കരാർ കൃഷി ഏർപ്പെടുത്തുമ്പോ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് ആദ്യമേ കരാർ ഉണ്ടാക്കുന്നതെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കൊടുക്കാൻ ആ കരാർ എടുത്ത ആൾക്ക് ബാധ്യതയുണ്ട്. അത് ഈ നിയമം നിർബന്ധിതമാക്കുന്നുണ്ട്. അപ്പൊ കർഷകൻ അതുകൊണ്ട് നഷ്ടമില്ല. നഷ്ടം ഉണ്ടാവുന്നത് കരാറുകാരനാണ്. അങ്ങനെയാണെങ്കിൽ അവർ പറയണം കരാറുകാർക്ക് വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഇടനിലക്കാർക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ഇനി കരാറിനേക്കാൾ കുറഞ്ഞ വിലയാണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ, വിപണി വിലയെങ്കിൽ, അപ്പോഴും കർഷകന് നേരത്തെ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള തുക തന്നെ കൊടുക്കണം എന്നുള്ളതാണ് നിയമം വിവക്ഷിക്കുന്നത്. അപ്പൊ കരാറുകാരനെ നഷ്ടം ഉണ്ടാവും, കർഷകന് നഷ്ടമില്ല. കരാർ വ്യവസ്ഥ വരുന്നത് കൊണ്ട് കർഷകന് ഏത് തരത്തിലുള്ള നഷ്ടമില്ല. മാത്രമല്ല ഇതിൽ ഭൂമി കൈമാറ്റം ഒരു തരത്തിലും ഇല്ല. കർഷകനുമായിട്ട് നേരിട്ട് വലിയ കുത്തക കമ്പനികൾ കരാറിൽ ഏർപ്പെടുമ്പോൾ കരാറിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ട വിദ്യാഭ്യാസം സാധാരണക്കാരായ കർഷകർക്ക് ഉണ്ടാകുമോ? അതിൽ അവർ കുരുക്കിൽപ്പെടില്ലേ? ഒന്ന്, ഇതിനുള്ള നിയമ സംവിധാനങ്ങൾ, ഇതിനു വേണ്ടിയിട്ടുള്ള ഈ ഡിസ്പ്യൂട്ട് റിഡ്രസൽ, അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തുന്നുണ്ട്. അതിനു പുറമെ ഫാർമർ പ്രൊഡ്യൂസിംഗ് ഓർഗനൈസേഷൻ എന്നുള്ള പേരിൽ രാജ്യവ്യാപകമായിട്ട് കർഷകർക്ക് ഒരുമിച്ച് വന്നുകൊണ്ട് അവർക്ക് വിലപേശാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഫാർമർ പ്രൊഡ്യൂസിംഗ് ഓർഗനൈസേഷൻസ്, അങ്ങനെയുള്ള FPOകൾ ഉണ്ടാക്കാനുള്ള തീരുമാനം സർക്കാർ നേരത്തെ എടുത്തിട്ടുണ്ട്. ആ FPOകൾക്ക് വേണ്ടിയിട്ട് ഇതിനകം തന്നെ ഏതാണ്ട് 10,000 FPOകൾക്ക് വേണ്ടിയിട്ട് 6,850 കോടി രൂപ ഇതിനകം തന്നെ സർക്കാർ നീക്കി വെച്ചിട്ടുണ്ട്. ആ FPOകളാണ് കർഷകരുടെ രക്ഷയ്ക്ക് വരാത്തത്. അവര് വിദ്യാഭ്യാസം ഇല്ലാത്തവർ അല്ല, കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന കർഷകരുടെ കൂട്ടായ്മകളാണ്. രാജ്യത്തെ കർഷകരാകെ സന്തുഷ്ടമാണെന്ന് നമ്മൾ ധരിച്ചാൽ എന്തുകൊണ്ടാണ് കാർഷിക തക്കാളി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ അവരുടെ കാലികൾക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പരിപ്പിച്ചുകൊണ്ട് നടക്കേണ്ട അവസ്ഥ വരുന്നത്? അതാണ് നിലവിലുള്ള സാഹചര്യം, അതാണ് മാറ്റേണ്ടത്. നമ്മുടെ സർക്കാർ വന്നിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ മാറ്റാൻ നിയമം കൊണ്ടുവന്നത്. അതായത്
നിങ്ങൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കപിൽ സിബലിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, മണ്ടിയിൽ വിൽക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ 35 മുതൽ 40% വരെ വസ്തു ചീത്തയായി പോകുന്ന, കേടുവരുന്ന ഒരു സ്ഥിതി ആണുള്ളത്. കാരണം ഇവിടെ വിൽക്കാൻ പാടുള്ളൂ. അപ്പൊ അവരെ ഏറ്റെടുക്കണമെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചാബിലെ കർഷകനായിട്ടുള്ള ഒരാളോട് സംസാരിച്ചു. അയാൾ പറഞ്ഞു മണിക്കൂറുകൾ ക്യൂ നിൽക്കണം, ദിവസങ്ങൾ ക്യൂ നിൽക്കേണ്ടി വരും. കാരണം എനിക്കിവിടെ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, വേറെ എവിടെയും എനിക്ക് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെപ്പോഴാണോ എടുക്കുന്നത് അതുവരെ ഞാൻ കാത്തിരിക്കണം. അതിനു പകരം എനിക്ക് ഇവിടെ വിൽക്കുന്നതിന് പകരം വേറെ സ്ഥലത്ത് വിൽക്കണം എന്നിരിക്കട്ടെ, എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടുമ്പോ അത് കർഷകൻ എങ്ങനെ എതിരാവുന്നത്? ഇപ്പൊ ഈ വസ്തുക്കളൊക്കെ കേടുവരികയും അതൊക്കെ കളയേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഈ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ നിബന്ധനകൾ പാലിക്കേണ്ട ഒരു ബാധ്യത, ആ ബാധ്യത കർഷകൻ ഉണ്ടാവുന്നത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരളത്തിന്റെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഇപ്പൊ ഒരു നാണ്യവിളകൾക്കും വിലയില്ല. കേരളത്തിൽ ഒരു നാണ്യവിളകൾക്കും വിലയില്ല. വല്ലാത്ത ദുരിതാവസ്ഥയിലാണ് കേരളത്തിലുള്ളത്. ഇതിന്റെ ഒരു റൂട്ടായിട്ട് കാണുന്നത് ആസിയാൻ കരാറിനെയാണ്. ഇപ്പൊ അത് ഇപ്പൊ ആസിയാൻ കരാറാണ് റൂട്ടായിട്ട് കാണുന്നത്. ആ കരാറ് തെറ്റായിരുന്നു എന്നാണ് ഇപ്പൊ പൊതുവിലുള്ള ഒരു ചർച്ചയും അത് തിരുത്തപ്പെടണമെന്നുള്ളതാണ് പൊതുവിൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു സാധനം. അക്കാര്യത്തിൽ അപ്പൊ അത് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നതാണ്. ഇപ്പൊ അങ്ങനെ പറയാണ്ട് കട്ടിയല്ലാണ്ട് കോൺഗ്രസിന്റെ നയങ്ങളാണ് മോഡി മൊത്തം നടപ്പിലാക്കുന്ന, കോൺഗ്രസിന്റെ ചെയ്യാത്ത പണികളല്ല അവർ ചെയ്യണമെന്ന് പറയാൻ ആഗ്രഹിച്ചതും അവർ ചെയ്യാത്തതുമായ കാര്യങ്ങളാണ് മോഡി സർക്കാർ ചെയ്യുന്നതാണ് ഇപ്പൊ അന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആസിയാൻ കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പുനരവലോകനമോ അല്ലെങ്കിൽ ആ കരാർ റദ്ദാക്കുന്നതിന് അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്ന അത്തരത്തിലൊരു ആലോചന നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നടത്തുമോ അല്ലെങ്കിൽ അങ്ങ് അതിനകത്ത് ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുമോ? അത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കരാറാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കരാറിന്റെ കാര്യത്തിൽ ഇപ്പോ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ സാധ്യമല്ല. അത് കേന്ദ്ര സർക്കാർ അന്താരാഷ്ട്ര തലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യമുണ്ടോ ആ സാഹചര്യങ്ങൾ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷവും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, RCEP കരാറിൽ ഒപ്പിടും എന്ന് എല്ലാവരും പ്രചരിപ്പിക്കുകയും കേരളം ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ RCEP കരാറിൽ ഒപ്പിടുന്നതിനെതിരായിട്ടുള്ള സമരം തുടങ്ങുകയും ചെയ്തു. പക്ഷെ അവസാനം വന്നപ്പോൾ RCEP കരാർ നമ്മുടെ രാജ്യത്തെ കർഷകർക്കും ഇടത്തരക്കാർക്കും ദോഷകരമാണ് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ പിന്മാറി. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു രാജ്യത്തിന് അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു നടപടിക്രമം പാലിക്കേണ്ടി വരും. അതുകൊണ്ട് ആസിയാൻ കരാറിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ആവശ്യമാണെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആവശ്യമാണെങ്കിൽ ഇന്ത്യ പോവും. ഇപ്പോ ഈ നിയമത്തിൽ ആസിയാൻ കരാറിന് ഒരു തരത്തിലുള്ള ബന്ധവും ഈ നിയമവുമായിട്ടില്ല. RCEP പിന്മാറാനുള്ള ഒരു കാരണം പൊതുവായി ഉയർന്ന ഈ സമരങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു ബോധ്യമാണ് അല്ലെ? എങ്ങനെ ഈ സമരങ്ങളിൽ നിന്ന് പൊതുവായിട്ടുണ്ടായ സമരങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ബോധ്യമാണ് ആ കരാറിൽ നിന്ന് പിന്മാറാൻ കാരണമായത്. ഏത് കരാറ്? RCEP-യിൽ നിന്ന്. അത് ഈ ചില പല്ലികൾക്ക് തോന്നും ഉത്തരത്തിന്റെ അടിയിൽ നിൽക്കുമ്പോ ഈ അത് നിൽക്കുന്നത് ഞാൻ കാരണാണെന്ന് തോന്നുന്ന ചില പല്ലികൾ അങ്ങ് പറഞ്ഞ കേരളത്തിൽ അല്ല ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പേ അത്രയും അപഹാസ്യമാണ് ഇപ്പൊ നടക്കുന്ന സമരം എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ അപഹാസ്യമാണ് ഈ സമരം. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ റബ്ബർ ബോർഡ് നിർത്തുന്നു എന്ന് പറയുന്നു, നാളികേര ബോർഡ് എന്താ സ്ഥിതി ആർക്കും അറിയത്തില്ല. കേരളത്തിലുള്ള ബോർഡുകളെല്ലാം ഏകദേശം നിർത്തിയ അവസ്ഥയിൽ തന്നെയാണ്. അല്ല ഇപ്പൊ റബ്ബർ ബോർഡ് നിർത്തുന്നോ അല്ലെ അങ്ങനെ ഒരു കാരണമുണ്ടോ? നിർത്താനോ അങ്ങനെ എന്തെങ്കിലും ധാരണയുണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ ഒരു തീരുമാനം റബ്ബർ ബോർഡ് നിർത്താനുള്ള ഒരു തീരുമാനവും കേന്ദ്ര സർക്കാർ. ജീവനക്കാരില്ലാതെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അത് നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ജീവനക്കാരെ നിയമിക്കാത്തതെന്നാണ് പറയുന്നത്. എങ്ങനെ അത് നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ജീവനക്കാരെ നിയമിക്കാത്തത്? അങ്ങനെ ഗവൺമെന്റ് എവിടെയും പറഞ്ഞിട്ടില്ല. ഗവൺമെന്റിന് അങ്ങനെ ഒരു നയവുമില്ല. ആ പ്രശ്നം ഒന്ന് പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ലല്ലോ, ഇല്ലാത്ത പ്രശ്നം. ജീവനക്കാരില്ല, അതുകൊണ്ട് തന്നെ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് കാർഷിക മേഖലയിൽ വരുന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ജീവനക്കാരല്ലല്ലോ കർഷകരെ നോക്കുന്നത്. കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും. അതിനാവശ്യമായിട്ടുള്ള ജീവനക്കാർ നേരത്തെ 15 പേര് വേണ്ട സ്ഥലത്ത് ഇപ്പൊ 10 മതിയെങ്കിൽ ആ 10 കൊണ്ടിട്ട് 10 പേരെ വെച്ചിട്ട് കർഷകരുടെ താല്പര്യം സംരക്ഷിക്കും.
എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 2020 പറയുന്നത് സ്റ്റോക്ക് ചെയ്യേണ്ട പരിധി അതിന് ഒരു പരിധിയും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഈ കുത്തക വലിയ കുത്തക മുതലാളിമാരെ സഹായിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടെയല്ലേ അത്. കാരണം സാധനങ്ങൾ അവർക്ക് എത്ര വേണമെങ്കിലും സ്റ്റോക്ക് ചെയ്ത് വെക്കാം, അതിന് ഡിമാൻഡ് കൂടുമ്പോൾ അവർക്ക് അത് നിരത്തിലിറക്കാം. ഓക്കെ, അങ്ങനെ ആയിട്ട് വരുമ്പോൾ അത് കുത്തകളെ സഹായിക്കുന്ന രീതിയിലോട്ടല്ലേ അങ്ങനെ എടുത്ത് പോകുന്നത്. അതിൽ തന്നെ ആ ആക്ട് നിങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിയാൽ അറിയാം. ആ ആക്ടിലും ഗവൺമെന്റിന് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഇടപെടാനുള്ള അവകാശമുണ്ട് എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കുത്തകയും ആവശ്യത്തിൽ കൂടുതൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് രാജ്യത്ത് കൃത്രിമ ക്ഷാമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇടപെടാനുള്ള അധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ നിയമം ഉണ്ടാക്കിയത്. അതായത് വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു പ്രത്യേകിച്ച് കർഷകർക്ക് അവിടെ നിയമപരിരക്ഷ ഒന്നും കൊടുക്കുന്നില്ല. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അതിന്റെ റൂൾസ് ഉണ്ടാവും. ഇപ്പൊ ആക്ട് ആണ് പാസ്സായിരിക്കുന്നത്. ആക്ട് ഉണ്ടാക്കിയതിന് ശേഷം ആക്ടിന്റെ തുടർച്ചയായിട്ടുള്ള റൂൾസ് വരും. ആ റൂൾസിലാണ് വിശദാംശങ്ങൾ വരിക. ആക്ടിൽ ഒരിക്കലും വിശദാംശങ്ങൾ പറയാറില്ല. കരാർ കമ്പനികൾക്ക് യുപിയുടെ കാലത്താണ് ആദ്യം അനുമതി കൊടുക്കുകയും കുറെ നടപടികൾ ചെയ്യുകയും ചെയ്തത്. പക്ഷേ അന്ന് 30 രൂപയ്ക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന പയർ ഒറ്റയടിക്ക് 80 രൂപയിലേക്ക് വരികയും ഇന്നും ആ നിലയിലേക്ക് തന്നെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ പുതിയ കരാർ വരുന്നതോടുകൂടെ ഇനിയും ഒരുപാട് വില വരും എന്നുള്ള ധാരണ പൊതുവിലുണ്ട്. ആ ധാരണ തെറ്റാണ്. കാരണം അന്നത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇന്ന് കർഷകന് സ്വതന്ത്രമായിട്ട് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വില സ്വാഭാവികമായിട്ടും കർഷകന് ആവശ്യമായിട്ടുള്ള വിപണിയിലുള്ള വിലയുടെ അംശം അവർക്ക് കിട്ടും. ഇപ്പൊ സംഭവിക്കുന്നത് ഉയർന്ന വില ഉപഭോക്താവ് കൊടുക്കേണ്ടി വരുന്നു, അതിന്റെ 1/6 മാത്രം കർഷകന് ലഭിക്കുന്നു. ഇടനിലക്കാർ പണം മുഴുവൻ കൊണ്ടുപോകുന്നു. ആ സ്ഥിതി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഒരു വിമർശനവും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. കാരണം വിമർശനം എന്ന് പറയുന്നത് MSP നിർത്തലാക്കും എന്നാണ് വിമർശനം. MSP വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് കാപട്യമാണ്, കബളിപ്പിക്കലാണ്. ഇതിൽ ഏതെങ്കിലും വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അതെപ്പോഴും പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. കർഷകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതൊക്കെ പരിഗണിക്കും. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള ഒരു കാര്യവും പാർലമെന്റിലെ ചർച്ചക്കിടയിലോ അല്ലാതെയോ ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. വളരെ വ്യഗ്രതപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ല് പാസ്സാക്കിയത്. ഇത്രയും വളരെ താങ്കൾ പറയുന്നതനുസരിച്ച് വളരെ കർഷകർക്ക് വളരെ സഹായകമാകുന്ന ഒരു ബില്ല് രാജ്യത്തെ ഒരു കർഷകർക്കും നല്ല രീതിയിൽ മനസ്സിലാകാത്ത രീതിയിൽ ഇത്രയും പ്രക്ഷോഭങ്ങൾ ഉണ്ടായി പാസ്സാക്കി എടുക്കുന്നതിന്റെ ഇത് എന്താണെന്ന് വിശദീകരിക്കാം. വ്യഗ്രത ഒരു കാര്യത്തിലും ഇല്ലല്ലോ. 12 കൊല്ലം വ്യഗ്രത. കോവിഡ് കാലത്ത് വളരെ ഒരുപാട് നാടകീയമായ സംഭവങ്ങൾക്ക് ശേഷമാണ് അത് പാസ്സാക്കി എടുത്തത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ വന്ന ഒരു ബില്ലാണ്. ഏത് പാർട്ടിക്കകത്ത് പാസ്സാക്കിയ ഇതിൽ നിന്ന് തന്നെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ. രാജ്യസഭയിലെ കാര്യം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ 5 മിനിറ്റോട് പറയാം. അതായത് രാജ്യസഭയും ലോക്സഭയും രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും ഒരു സമയക്രമം നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള സമയക്രമം. അതായത് രാജ്യസഭ രാവിലെ 11 തൊട്ട് 1 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മണി തൊട്ട് 6 മണി വരെയുമാണ് സമ്മേളിക്കുന്നത്. അതാണ് സാധാരണ സമയക്രമം. 6 മണിക്ക് അപ്പുറത്ത് സമ്മേളിക്കണമെങ്കിൽ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എഴുന്നേറ്റ് നിന്ന് 6 മണിക്ക് ശേഷം ഈ സഭയുടെ ഇന്നത്തെ ഈ ബില്ല് തീരുമാനമെടുക്കുന്നത് വരെ സഭാ സമ്മേളനം നീട്ടാൻ ഞങ്ങൾ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ അജണ്ട പൂർത്തിയാക്കുന്നത് വരെ സമ്മേളനം നീട്ടണം എന്ന് പറയുന്നു. ഇത് നിയമസഭയിൽ നടക്കുന്ന കാര്യമായിരിക്കും. ഇത് എത്രയോ കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. ഈ ബില്ല് പാസ്സാക്കുന്നതിന്റെ തലേ ദിവസം 1:50 സഭ പിരിഞ്ഞത്. കാരണം 1 മണിക്ക്. കാരണം സാധാരണഗതിയിൽ രാജ്യസഭയിൽ ഇപ്പോ ഈ 9 മണി മുതൽ 1 മണി വരെയുള്ള സഭ 1 മണിക്ക് പിരിയേണ്ടത് കുറച്ച് അത്യാവശ്യമാണ്. കാരണം 3 മണിക്ക് ലോക്സഭ അവിടെ തന്നെയാണ് സമ്മേളിക്കേണ്ടത്. അതുകൊണ്ട് കഴിയുന്നതും നേരത്തെ പിരിയാൻ ശ്രമിക്കാറുണ്ട്.
പക്ഷെ തലേ ദിവസവും ഉൾപ്പെടെ 1:50 പിരിഞ്ഞത്. അതിന് മുൻപും ചില ദിവസങ്ങൾ അത് പിരിഞ്ഞിട്ടുണ്ട്. ഒരു വിഷയം ബില്ല് എത്ര മണിക്കൂർ ചർച്ച ചെയ്യണം എന്നുള്ളത് സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിലാണ് തീരുമാനമെടുത്തത്. 4 മണിക്കൂർ ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്തിരുന്ന ബില്ലാണ് കാർഷിക ബില്ല്. ഈ ബില്ലിന്റെ അവതരണം കഴിഞ്ഞ് 1 മണിയായപ്പോ മന്ത്രിയുടെ മറുപടി പ്രസംഗം തുടങ്ങി. ചർച്ച പൂർത്തിയായി. ചർച്ച ആരെങ്കിലും 4 മണിക്കൂർ സമയത്തിൽ ആർക്കും ചർച്ചയ്ക്ക് അവസരം നിഷേധിച്ചിട്ടില്ല. എല്ലാവർക്കും ആവശ്യത്തിന് സമയം കൊടുത്തു. ചർച്ച പൂർത്തിയായതിനു ശേഷം പ്രതിപക്ഷത്ത് നിന്ന് അവസാനം സംസാരിച്ച ആള് പ്രതിപക്ഷത്തിന്റെ സമയത്തിന് അപ്പുറത്ത് കടന്നിട്ട് സംസാരിച്ചു. അപ്പോഴും അതിന് അനുവദിച്ചു. അത് കഴിഞ്ഞിട്ട് മന്ത്രിയുടെ മറുപടി പ്രസംഗം തുടങ്ങി. മറുപടി പ്രസംഗം തുടങ്ങിയതിനിടയിലാണ് 1 മണിയായത്. അപ്പൊ പതിവ് പോലെ ഈ ബിൽ ഡിസ്പോസ് ചെയ്യുന്നത് വരെ സമയം നീട്ടാമെന്ന് പറഞ്ഞു. സമയം നീട്ടാമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം അതിനെ എതിർത്തു. പ്രതിപക്ഷം എതിർത്തു കഴിഞ്ഞാൽ സഭയാണ് തീരുമാനിക്കേണ്ടത്. സഭയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ സഭയിൽ ഭൂരിപക്ഷം അംഗങ്ങൾ ആഗ്രഹിക്കുന്ന തീരുമാനം. സഭയിലെ ഭൂരിപക്ഷം അംഗങ്ങൾ നീട്ടാമെന്ന് സമ്മതിച്ചു. പ്രതിപക്ഷം പറയുന്നത് സഭയുടെ ഭൂരിപക്ഷം നോക്കരുത്, സഭയിലുള്ള പാർട്ടികളുടെ ഭൂരിപക്ഷം നോക്കണം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ഒരംഗം മാത്രമുള്ള 7 പാർട്ടി എടുത്തിരിക്കട്ടെ, അവരുടെ വോട്ട് 7 ആയിട്ട് കണക്കാക്കണം. 86 വോട്ടുള്ള BJPയുടെ വോട്ട് 1 ആയിട്ട് കണക്കാക്കിയാൽ മതി. അപ്പൊ 7 പേര് പറയുന്നത് നീട്ടണ്ട എന്നും 86 പേര് പറയുന്നത് നീട്ടണമെന്നുമാണെങ്കിൽ 7 ആയിട്ട് കണക്കാക്കിക്കൊണ്ട് അത് നീട്ടരുത്. ഇത് ജനാധിപത്യം. ഇതാണ് ജനാധിപത്യം. അപ്പൊ ഈ സമീപനത്തിന്റെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോ ബില്ലിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അധ്യക്ഷത വഹിച്ചിരുന്ന ഡെപ്യൂട്ടി ചെയർമാൻ പറഞ്ഞു, ഇത് സഭയിലെ പൊതുവായിട്ടുള്ള ഭൂരിപക്ഷം, പൊതുവായിട്ടുള്ള അഭിപ്രായം നീട്ടാമെന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയുടെ ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ നിയമത്തിനെതിരായിട്ട് നേരത്തെ കൊണ്ടുവന്ന ഓർഡിനൻസിന്റെ പേരിൽ ഉണ്ടാകുന്ന സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ, നിരാകരണ പ്രമേയം. ആ നിരാകരണ പ്രമേയം അവതരിപ്പിച്ച കേരളത്തിലെ ഇടതുപക്ഷക്കാരായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ പേര് വിളിച്ചു. അവര് വേദിയിൽ, അവരവരുടെ സീറ്റിലില്ല. അവര് താഴെ നടുത്തളത്തിൽ ഇറങ്ങിയിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. അവരോട് പറഞ്ഞു, ഞാൻ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല, നിങ്ങളുടെ സീറ്റ് പോയിട്ട് അവതരിപ്പിക്കണം. അപ്പൊ പറഞ്ഞു, ഞാൻ സീറ്റ് പോവാം, അതുവരെ വെയിറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു സഭയിൽ നടക്കില്ല. അവരവരുടെ സീറ്റിൽ ഇരുന്നിട്ടാണ് ആ സമയത്ത് അവർക്കറിയാം ഇതാണ് നിരാകരണ പ്രമേയാണ് അടുത്ത ഘട്ടത്തിൽ വരാൻ പോകുന്നത്. അപ്പൊ സഭയില് ഡെപ്യൂട്ടി ചെയർമാന്റെ മൈക്ക് ഒടിക്കുക, കടലാസ് വലിച്ചു കീറുക, സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറി നിന്നിട്ട് പ്രതിഷേധിക്കുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നാടകീയ സംഭവങ്ങളല്ല. ഇത്തരം സംഭവങ്ങൾ അക്രമ സംഭവങ്ങളാണ്. ഈ സംഭവങ്ങൾ ഒരു സഭയ്ക്ക് ചേർന്നതല്ല. ഇതാണ് നടന്നത്. അതല്ലാത്ത ഒരു നാടകീയതയും നടന്നില്ല. 4 മണിക്കൂർ പ്രതിപക്ഷം കൂടി തീരുമാനിച്ച 4 മണിക്കൂർ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ നിയമം പാസാക്കിയത്. അതുകൊണ്ട് ഒരു വ്യഗ്രതയും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ചോദ്യം, അതായത് ചട്ടം ലംഘിച്ച് എന്ന് ചൂണ്ടിക്കാട്ടി താങ്കൾക്കെതിരെ പ്രധാനമന്ത്രിക്ക് പരാതി 2019 നവംബറിൽ ഇന്ത്യൻ ഓഷ്യൻ ഫ്രെയിം അസോസിയേഷൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗിൽ ബിആർ കമ്പനി മാനേജറായിട്ടുള്ള സ്മിത മേനോനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരാതി ചൂണ്ടിക്കാട്ടുന്നത്. അവർ മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതി ചൂണ്ടിക്കാട്ടുന്നത്. താങ്കളുടെ എന്താണ് അത് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിന് ഞാൻ മറുപടി അല്ലല്ലോ. താങ്കൾ ആണ് ആ മീറ്റിംഗിൽ അത് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിന് ഞാൻ മറുപടി പറയാനുള്ള അധികാരം എനിക്കില്ല. താങ്കളെ കുറിച്ചാണ് പരാതി. അതെന്നെ പ്രധാനമന്ത്രിക്ക് അയച്ചല്ലേ, പ്രധാനമന്ത്രി പറഞ്ഞല്ലോ. മറ്റൊരു രാജ്യത്ത് നടന്ന പരിപാടി ഞാൻ പറഞ്ഞല്ലോ മറുപടി. ചട്ടം ലംഘിച്ച് അതെന്നെ ചട്ടം ലംഘിച്ചതിന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിന് മറുപടി എവിടെ വരുമല്ലോ. താങ്കൾക്ക് അത് മറുപടി ഇല്ല. ഞാൻ മറുപടി പറഞ്ഞു. ഇതാണ് എന്റെ മറുപടി. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലേ? നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി പ്രതീക്ഷിക്കരുത്. ഞാൻ മറുപടി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചിരിക്കുന്നത് എന്റെ സുഹൃത്തെ, പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിന് മറുപടി കിട്ടിയല്ലോ. അത് തന്നെയാണ് മറുപടി. മാത്രമല്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതിന്റെ മറുപടി എംബസിയോട് ചോദിച്ചിട്ട് എംബസിയുടെയും മറുപടി ഉണ്ടല്ലോ. ആ മറുപടി നിങ്ങൾ കണ്ടില്ലേ? സംഘത്തിൽ അംഗമല്ലാത്ത ആളെ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഗുരുതരമായ ചട്ടലംഘനം നടന്നിരിക്കുന്നത്.
അല്ല, അങ്ങനെ എംബസി പറഞ്ഞിട്ടുണ്ടോ? എംബസി പറഞ്ഞിരിക്കുന്നത് പ്രതിനിധി സംഘത്തിൽ അംഗമല്ല. ഈ എംബസി പറഞ്ഞ കത്ത് എടുത്ത് വായിച്ചു. അത് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാക്കാത്ത എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു. ശരി, ഈ കർഷക ഉത്പാദക സംഘങ്ങളെ കുറിച്ച്, കമ്പനികളെ കുറിച്ച് പറഞ്ഞു. നമുക്ക് കേരളത്തില് നാളികേര വികസന ബോർഡിന്റെ കീഴിൽ 30-ലധികം കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാ കമ്പനി, ഏകദേശം 4 കമ്പനി ഒഴികെ എല്ലാം കൂട്ടിക്കിടക്കും പ്രവർത്തനം. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ മിക്കയിടത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ മുതലമടയിലെ മാങ്ങ ഉത്പാദക സംഘങ്ങളുടെയും വാഴപ്പഴത്തിന്റെ 2-3 സംഘങ്ങളും നന്നായി പ്രവർത്തിക്കും. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നാളികേര വികസന ബോർഡ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാണ്. അതെ, എന്റെ നേരിട്ട് ഞാൻ അതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അത് നടക്കുന്നതെന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയതിനു ശേഷം ഉണ്ടാക്കിയ കമ്പനിയല്ല. ആ ചില കമ്പനികൾക്ക് ചില കാരണങ്ങളുണ്ട്, എനിക്കറിയാം. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തിട്ട് ഓരോ കമ്പനിയുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് ഞാനിപ്പോ പറയുന്നതും ശരിയല്ല. അത് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അത് അതിനൊക്കെ പരിഹാരത്തിലുണ്ടാവും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. എന്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ കേരളം, തമിഴ്നാട്, ആന്ധ്ര ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളാണ്, കർണാടക ഉൾപ്പെടെയാണ് തെങ്ങ് കൂടുതലുള്ളത്. പക്ഷെ തെങ്ങില്ലാത്ത നാട്ടിലേക്കാണ് ഇപ്പോൾ നാളികേര വികസന ബോർഡിന്റെ ഫണ്ട് കൂടുതലായി ചെലവാകുന്നു എന്നൊരു ആക്ഷേപം. അങ്ങനെ ഞാൻ എന്റെ അറിവിൽ ആക്ഷേപമൊന്നുമില്ല. ഇതൊക്കെ വാർത്തകൾ ആരെങ്കിലും കൊടുക്കുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് പാർലമെന്റ്. കേരളത്തിലുള്ള എംപിമാർ ആരും ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. തെങ്ങില്ലാത്ത നാട്ടിൽ നാളികേരത്തിന്റെ പണം ചെലവഴിക്കുന്നു എന്ന് എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വ്യക്തിപരമായിട്ട് തന്നു കഴിഞ്ഞാൽ, അതായത് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനം, ആ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള ഗവൺമെന്റ് ലോകം മുഴുവൻ പരിശ്രമം നടത്തുകയും കേരളത്തിലേക്ക് ധാരാളം നിക്ഷേപകരെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരു സർക്കാരാണെന്നാണ് അവകാശപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനം സാധ്യമാകാതെ എങ്ങനെ നിക്ഷേപകർ കേരളത്തിൽ വരും, തിരുവനന്തപുരത്ത് വരും എന്നുള്ള ഒരു ചോദ്യം, ആ ചോദ്യം തിരുവനന്തപുരത്ത് ധാരാളം ആളുകളുടെ മനസ്സിലുണ്ട്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിഷേധാത്മകമായിട്ടുള്ള നിലപാട്, തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിലുള്ള നിഷേധാത്മകമായിട്ടുള്ള നിലപാട്, ആ നിലപാട് മാറ്റിവെക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി ആ കാര്യം ആവശ്യപ്പെട്ടതാണ്. അത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. സംസ്ഥാന സർക്കാർ അതിനോട് പ്രകടിപ്പിക്കുന്ന ഈ നിഷേധാത്മക നയം, അതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിന്റെ ആദ്യഘട്ടത്തിൽ സർക്കാർ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ CPM പറഞ്ഞിരുന്നത് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന്. പക്ഷെ ഇന്നലെ പാർട്ടി സെക്രട്ടറി സ്വീകരിച്ചത് ഈ കേസ് അന്വേഷണം എവിടേക്കാണ് സ്വർണ്ണം പോയത് എന്നതിലുള്ള അന്വേഷണത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയിട്ടില്ല എന്നാണ്. അതിനെ രാഷ്ട്രീയമായി CPM കണ്ടുപിടിക്കുന്നത് എന്താണ്? ആ അന്വേഷണം വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ, കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. സ്വർണം എവിടെ നിന്ന് വന്നു, എവിടെ വരെ എത്തി, ആരാണ് അതിന്റെ എൻഡ് യൂസർ എന്നുള്ളത് ഉൾപ്പെടെ കണ്ടെത്തുമ്പോഴേ അന്വേഷണം പൂർത്തിയാവും. അതുകൊണ്ട് ആ അന്വേഷണത്തെ കുറിച്ച് സംസ്ഥാന CPM-ന് ഇത് എവിടെ എത്തി എന്നുള്ളതിനെ കുറിച്ച് വേവലാതിപ്പെടണ്ട. അത് കിട്ടിയ ആളുകളെ എല്ലാവരെയും കണ്ടെത്തും, അതിന് സഹായിച്ചവരെയും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തും. ഒരു കാര്യം, ഈ കാര്യത്തിൽ ഇപ്പോൾ CBI അന്വേഷണത്തെ ചോദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇല്ലാത്ത വിദേശ ആക്ട് നിൽക്കില്ല, നാണയ വിനിമയ ആക്ട് നിൽക്കത്തില്ല എന്നാണ് പറയുന്നത്. അത് ഇതാണ് FCRA ആക്ട്, ഫോറിൻ ആക്ട് നിൽക്കത്തില്ല എന്നാണ് പറയുന്നത്. കോടതിയിലുള്ള വിഷയമല്ലേ? കോടതി അങ്ങനെ ഒരു പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കാത്ത ഒരു കാര്യമാണെങ്കിൽ കോടതി അപ്പൊ തന്നെ ഒരു സ്റ്റേ കൊടുക്കില്ലേ?